കൊച്ചി അമ്പലമുകൾ BPCLലെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ പണിമുടക്കുന്നു. തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. പോയ ഒരു ഡ്രൈവർ കൊടകരയുള്ള ഒരു ഏജൻസിയിൽ പോയി ഇതേപോലെ ലോഡിറക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ്, നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് കൂടുതൽ വേണമെന്നും പറഞ്ഞാണ് അവർ തർക്കമുണ്ടാക്കി. ആ ഡ്രൈവർ അപ്പോൾ പറഞ്ഞ് എനിക്കത് തരാനുള്ള നിർവാഹമില്ല, നിങ്ങൾ ഒന്നിലും ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർവൈസറെ വിളിക്കുക എന്ന് പറഞ്ഞ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അവർ രണ്ടുപേരും കൂടി ഇയാളെ ക്രൂരമായി മർദ്ദിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയി ചാലക്കുടിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. രാത്രി 11 മണിയായപ്പോഴേക്കും അവിടുന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തോന്നി. അവിടുന്ന് അവർ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡോക്ടറോ ഒന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. വീണ്ടും എറണാകുളത്തോളം മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സമരമല്ല, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അവിടുന്ന് പോരാനുള്ള സംവിധാനം കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളായ പ്ലാന്റിലെ ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട്, കോൺട്രാക്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ വിളിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവർ വന്ന് പ്രതീക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഈ സംരക്ഷണം കിട്ടും എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം ഞങ്ങളിനി കയറണുള്ളൂ. അതുവരെ ഞങ്ങൾ എന്തായാലും പണിമുടക്കല്ല, ഞങ്ങൾ കയറണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കീർത്തി മോഹൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. കീർത്തി, അതായത് BPCLലെ തൊഴിലാളികൾ ഡ്രൈവർമാർ, LPG പ്ലാന്റിലെ ഡ്രൈവർമാരാണ് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കുന്നത്, പണിമുടക്കുന്നത്. എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? ഇവരുടെ ആവശ്യം ന്യായമാണ്. കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം അതാണ് ഇവരെ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പണിമുടക്ക് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ലോഡുമായി പോകുമ്പോൾ ഈ സിലിണ്ടർ ഗ്യാസുമായി ലോഡുമായി പോയ ശ്രീകുമാറിനായിരുന്നു കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. മർദ്ദനമേൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ കൂലി അധികം ആവശ്യപ്പെടുന്നു. തൊഴിലാളി യൂണിയനിലെ അംഗങ്ങൾ കൂലി അധികം ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇത്തരം സമാന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇത് ആദ്യമായാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 200ഓളം ഡ്രൈവർമാരാണ് ഇപ്പോൾ ഈ പണിമുടക്ക് നടത്തുന്നത്. 7 ജില്ലകളിലേക്ക്, ഈ എറണാകുളത്ത് നിന്നും വടക്കോട്ടുള്ള വിവിധ ജില്ലകളിലേക്ക് ലോഡുകൾ എത്തിക്കാനുണ്ട്. ഈ ലോഡ് സർവീസ് എല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സിലിണ്ടറുകളൊന്നും തന്നെ എത്തേണ്ട സ്ഥലങ്ങളിലൊന്നും എത്തിയില്ലെങ്കിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 140ഓളം ലോഡ് സർവീസുകളാണ് ഇവർ ദിവസേന നടത്താറുള്ളത്. 200-ലധികം ഡ്രൈവർമാർ ഇവിടുത്തെ ഈ LPG പ്ലാന്റിലുണ്ട്. 23 കോൺട്രാക്ടർമാരുടെ കീഴിലാണ് ഇവർ ലോഡിംഗ് നടത്തുന്നത്. എന്നാൽ നിരവധി തവണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർമാരുടെ തരത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇവർക്ക് സംരക്ഷണം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ക്രൂരമർദ്ദനമാണ് കഴിഞ്ഞ ദിവസം ശ്രീകുമാർ തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിൽ ലോഡ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഏൽക്കേണ്ടി വന്നത്. വലിയൊരു മർദ്ദനം തന്നെയായിരുന്നു. വസ്ത്രം വലിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും അവിടെ നിന്നും വിട്ട് കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടുത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയിരുന്നെങ്കിലും കാര്യമായ ചികിത്സയൊന്നും അവിടെ ലഭിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഈ കൂലി തർക്കം അത് വലിയ തോതിൽ തന്നെ ഈ ഡ്രൈവർമാർക്ക് ബാധിക്കുന്നുണ്ട്. ഇവർക്ക് യാതൊരു തരത്തിലും കൂലി കൂട്ടി നൽകാനോ കൂലി കുറച്ച് നൽകാനോ സാധിക്കില്ല. കാരണം ഈ കോൺട്രാക്ടർമാർ നിശ്ചയിക്കുന്ന ഒരു തുകയാണ് ഇവർക്ക് ഈ കൂലി തൊഴിലാളികൾക്ക്, ഈ യൂണിയൻ തൊഴിലാളികൾക്ക് നൽകാൻ സാധിക്കുക. അത് ഇവർക്ക് കൂട്ടി നൽകാനോ കുറച്ചു നൽകാനോ ഒന്നും തന്നെ കഴിയില്ല. എന്നാൽ കൂലി അധികമായി ഡ്രൈവർമാരോട് ആവശ്യപ്പെടുന്നത് ഇവർക്ക് വലിയ തോതിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സഹായാവസ്ഥ ഇവർ നേരിടുന്നുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതാണ് ആ തർക്കത്തിലേക്ക് നയിച്ചതും പിന്നീട് ഈ ശ്രീകുമാറിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നതും. ഇവർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഈ ലോഡുകൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാതെ ഇവിടെ പിടിച്ചു നിർത്തണമോ എന്ന തരത്തിലുള്ള ഒരു ഉദ്ദേശവും ഇവർക്കില്ല. ഇവരുടെ ആവശ്യം ന്യായമാണ്. ഇവർക്ക് വേണ്ട സംരക്ഷണം അത് കോൺട്രാക്ടർമാർ ഇടപെട്ട പ്രശ്നപരിഹാരം
അത് പ്രശ്നപരിഹാരം നടത്തി ചർച്ച ചെയ്ത് ഇവർക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാലും പ്രശ്നപരിഹാരത്തിനായി ബന്ധപ്പെട്ടവർ അവരെ സമീപിക്കുമെന്നാണ് കരുതുന്നത്. ചർച്ച നടത്തുമെന്നാണ് ഇവർ കരുതുന്നത്. അഞ്ജന.